നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെള്ളമൊഴുകി പോകാൻ വഴിയില്ല. അന്തിക്കാട് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. എടത്തിരുത്തിയിൽ യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ട അമിത് ശങ്കർ അറസ്റ്റിലായി. തെരുവു നായകളെ നിയന്ത്രിക്കുന്നതിനായി കയ്പമംഗലത്ത് ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടികൾ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ അന്തിക്കാട് കാഞ്ഞാണി പൊതുമരാമത്ത് റോഡ് മണിക്കൂറുകളോളം വെള്ളക്കെട്ടിലായി. അന്തിക്കാട് ഹൈസ്കൂൾ, KGM LP സ്കൂൾ, അന്തിക്കാട് നൂറുൽ ഹുദ മദ്രസ എന്നീ വിദ്യാലയങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വെള്ളക്കെട്ട് വലിയ ദുരിതമായി മാറും. റോഡിനോട് ചേർന്ന് കിഴക്കോട്ടുള്ള പഞ്ചായത്ത് റോഡ് ഉയർത്തി പുനർനിർമ്മിച്ചതോടെ ഇതുവഴി ഒഴുകിപ്പോയിരുന്ന മഴവെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചതാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം. മഴവെള്ളമൊഴുകി പോകുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വെള്ളക്കെട്ടിന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുമെന്ന് വ്യാപാരിയായ ജുഗ്നു ഷാജി പറഞ്ഞു. പള്ളി തൊട്ട് KG സ്കൂളിൻ്റെ കയറ്റി വരെ ഫുൾ വെള്ളമാണ്. മഴ പെയ്താൽ മുട്ടിന് മേലെ വെള്ളമാണ്. കടലിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ്. വണ്ടികളൊക്കെ പോകുമ്പോൾ കടലിലേക്ക് വെള്ളം അടിച്ചു കയറുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടാക്കില്ല. ഇത് PWD റോഡാണ്. അപ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിൽ ബന്ധപ്പെടാൻ കഴിയില്ല. പക്ഷേ പഞ്ചായത്തിൻ്റെ റോഡ് ഉയർത്തിയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായത്. കടലിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ ഉണ്ടായത് ഈ പഞ്ചായത്ത് റോഡ് ഇത്രയധികം ഉയർത്തിയ കാരണമാണ്. അത് ഉയർത്തുമ്പോൾ നല്ല രീതിയിൽ കാന നിർമ്മിച്ചില്ല. ഈ കാന നിർമ്മിച്ചതിൻ്റെ അഭാവമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ ഈ ഷോപ്പിൻ്റെ ബാക്കിൽ വലിയൊരു തോടുണ്ട്. ആ തോടെല്ലാം ആളുകൾ അവരാരുടെ ആവശ്യത്തിന് ചെറുതാക്കി കൊണ്ടുവരികയും ഓവ് വയ്ക്കുകയും അതുപോലെ തന്നെ അതിലൂടെ വെള്ളം പോകാൻ പറ്റാത്ത രീതിയിൽ കച്ചറകൾ കൊണ്ടുവന്ന് നിറയുകയും വലിച്ചിടുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ അവിടെ വെള്ളം ബ്ലോക്കാവും. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല സീസൺ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആ തോടും റോഡും സമാനമായ രീതിയിൽ വെള്ളം നിൽക്കും. പഞ്ചായത്ത് റോഡ് പുനർനിർമ്മിച്ചപ്പോൾ മഴവെള്ളം ഒഴിഞ്ഞു പോകാൻ ആവശ്യമായ കാന നിർമ്മിക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. എടത്തിരുത്തിയിൽ യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച കേസിൽ കൊലക്കേസ് പ്രതിയും 27ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ എടത്തിരുത്തി മുനയം തെക്കേക്കര വീട്ടിൽ അമിത് ശങ്കർ അറസ്റ്റിലായി. കഴിഞ്ഞ മെയ് 25-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മുൻ വൈരാഗ്യം മൂലം എടത്തിരുത്തി മുനയം സ്വദേശി പുതുവീട്ടിൽ ശരത്ത് എന്നയാളെയാണ് അമിത് ശങ്കർ വീട്ടിൽ കയറി ആക്രമിച്ചത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വധശ്രമം, കവർച്ച, അടിപിടി തുടങ്ങി നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ. 4 തവണ ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത് KT, CPOമാരായ ഡെൻസ്മോൻ, സിനോജ്, രജനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തെരുവുനായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കയ്പമംഗലത്ത് ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടികൾ ആരംഭിച്ചു. മൃഗസംരക്ഷണ വകുപ്പ്, ആരോഗ്യവകുപ്പ്, പോലീസ് എന്നിവരുടെ പ്രതിനിധികളുമായി ഭരണസമിതി അടിയന്തര ആലോചനാ യോഗം ചേർന്നു. അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നതും ആക്രമണകാരികളുമായ നായകളെ ഉന്മൂലനം ചെയ്യുന്നതിന് നിയമപരമായ എല്ലാ നടപടികൾക്കും വകുപ്പുകളുടെ പിന്തുണ തേടിയിട്ടുണ്ട്. വഴിയമ്പലം, മൂന്നുപീടിക, അറവുശാല തുടങ്ങിയ പ്രദേശങ്ങളിലെ മീൻതട്ടുകളും ചിക്കൻ സ്റ്റാളുകളും ഹോട്ടലുകളും മിന്നൽ പരിശോധന നടത്തി ശുചിത്വ നിലവാരം വിലയിരുത്തി. മാലിന്യങ്ങൾ തെരുവുനായ്ക്കൾക്ക് കൊടുക്കുന്നത് പഞ്ചായത്തിൻ്റെ കർശന നടപടികൾക്ക് വിധേയമാക്കുമെന്ന് ബന്ധപ്പെട്ടവർക്ക് താക്കീത് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ വൈസ് പ്രസിഡന്റ് KK സക്കരിയ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CJ ജോഷി, പഞ്ചായത്ത് സെക്രട്ടറി PD പരമേശ്വരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബാദുഷ എന്നിവർ പങ്കെടുത്തു. നമുക്ക് ഏറ്റവും ആദ്യം തന്നെ അതിലെടുത്തൊരു തീരുമാനം മിന്നൽ പരിശോധന എന്നത് നമ്മൾ മത്സ്യ കച്ചവടം നടത്തുന്ന മത്സ്യ വിതരണം നടത്തുന്ന കടകൾ, മീൻതട്ടുകൾ, അതുപോലെ മാംസ കച്ചവടം നടത്തുന്ന ഭാഗങ്ങളിൽ, പിന്നെ അതിനോടനുബന്ധിച്ച് വഴിയോര കച്ചവടം
ചെയ്യുന്ന ഭാഗങ്ങളിലാണ് നമ്മൾ ഈ മിന്നൽ പരിശോധന നടത്തുന്നത്. കാരണം ഇവിടെ വരുന്ന വേസ്റ്റുകൾ നമ്മൾ പറ്റിക്ക് കൊടുക്കുന്നൊരു പ്രവണത അവിടെ കാണുകയുണ്ടായി, പലരും പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പരിശോധന നടത്തുന്നത്. അതിനോടൊരു താക്കീത് കൊടുക്കാനും അതോടൊപ്പം തന്നെ ലൈസൻസ് ഇല്ലാത്ത കടകളും അതുപോലെ വീടുകളിലും അങ്ങനത്തെ തീരുമാനങ്ങളുണ്ടായിരുന്നു. പട്ടിനെ വളർത്തുന്ന വീടുകളിൽ ലൈസൻസ് ഉണ്ടോ, അതുപോലെ കൂടുള്ള ഇതിന് പട്ടിനെ വളർത്താനുള്ളൊരു സൗകര്യം കൂടി നമ്മൾ അങ്ങനത്തെ ഒരു സംവിധാനം ഇതിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. CPM PB അംഗം പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് റിയാസ് എന്നീ നേതാക്കൾക്ക് നേരെ നടത്തുന്ന അന്യായമായ അന്വേഷണങ്ങൾക്കെതിരെ CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VA ഷാജുദ്ദീൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം KC പ്രസാദ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KD സതീഷ്, KK അനിൽകുമാർ, CM നിസാർ, പ്രമീള ബൈജു, TN ജയകുമാർ, ഷൈന മുഹമ്മദ്, റെജീന രാജു, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് എന്നിവർ സംസാരിച്ചു. സാധാരണക്കാരുടെ ജനജീവിതം ദുസ്സഹമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ധനവില വർധനവിനെതിരെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ പ്രതിഷേധ സമരം നടത്തി. തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് സമീപം പെട്രോൾ പമ്പിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, TV ഷൈൻ, CS മണികണ്ഠൻ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് PV നു, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയബാലൻ, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PK വാസൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ്, പഞ്ചായത്ത് മെമ്പർമാരായ നിഷ ഉണ്ണികൃഷ്ണൻ, സിന്ധു സിദ്ധപ്രസാദ്, മധു അന്തിക്കാട്ട്, അംബിക രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, മോദി സർക്കാരിൻ്റെ ഈ ഭരണത്തിൽ 11 ദിവസത്തിൽ 4 പ്രാവശ്യമാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. അങ്ങനെ ഗ്യാസിൻ്റെ കാര്യം പറയാതിരിക്കുകയാണ്, ഗ്യാസിനും ഇതുപോലെ തന്നെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ഒരു സമരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നീറ്റ് പരീക്ഷയിൽ കുട്ടികളെ അതുപോലെ തന്നെ മോദി സർക്കാരിൻ്റെ ഭരണത്തിൽ BJP ആളുകൾ ചെയ്ത അതിൽ എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികളിൽ നിന്ന് വഴിയാധാരമായി നടക്കുന്ന സ്ഥിതി. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളിലും നോക്കിയാലും ഇവർ പ്രസംഗത്തിൽ മാത്രമുള്ള പ്രവൃത്തിയിലില്ലാതെ നമ്മൾ കേരളത്തിൽ ഇതുപോലെ തന്നെ ദിനം പ്രതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഇന്ധനവില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ജാഥ നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ, MK ചന്ദ്രൻ, MP സജീവൻ ഞാറ്റുവെട്ടി, KN വേണുഗോപാൽ, ബെന്നി തട്ടിൽ, ലൂയിസ് താണിക്കൽ, പോൾ പുലിക്കോട്ടിൽ, ഗ്രീന പ്രേമൻ എന്നിവർ സംസാരിച്ചു. പ്രമോദ് കണിമംഗലത്ത്, സുബൈർ ശാന്തിപുരത്ത്, സെക്കീന റസാഖ്, ഷംസുദ്ദീൻ കടുകപ്പീടികയിൽ എന്നിവർ നേതൃത്വം നൽകി. ഇലക്ഷൻ ഡിക്ലറേഷന് മുന്നായിട്ട് മോദി ഗവൺമെൻറ് ഒരു തരത്തിലും വില കൂട്ടാതെ ഈ നിയമസഭാ ഇലക്ഷനുകൾ കഴിഞ്ഞ ഉടനെ തന്നെ 3 തവണയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ പെട്രോൾ 50 രൂപയ്ക്ക് തരാമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അത് 110 രൂപയ്ക്കും 115 രൂപയിലേക്കും എത്തിയിരിക്കുകയാണ്. ഇതിനൊരു മാർഗം, അതിനനുബന്ധിച്ച് ഇതിന് തത്തുല്യമായ രീതിയിൽ മറ്റുള്ള ആവശ്യ വസ്തുക്കൾക്കൊക്കെ തന്നെ വില കൂടുന്നൊരു സാഹചര്യം ഇവിടെ നിലകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. Calicut യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. പെട്രോൾ വില വർധനവിനെതിരെ മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തംകൊളുത്തി പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ VG അശോകൻ, KB ജയറാം, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, PT ജോൺസൺ, സോമൻ വടശ്ശേരി, ജോജു നെല്ലിശ്ശേരി, ടോളി വിനീഷ്, കവിത രാമചന്ദ്രൻ, സുനിത ബാബു, ജോസഫ് പള്ളിക്കുന്നത്ത്, പീതാംബരൻ രാരമ്പത്ത്, ജിഷ സുരേന്ദ്രൻ, മനീഷ അഭിഷേക് എന്നിവർ സംസാരിച്ചു. ഒക്കെ അറിയാം, നരേന്ദ്രമോദി 11 വർഷം മുമ്പ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 50 ദിവസം തരൂ, ഞാൻ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 50 രൂപയാക്കി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി, എനിക്ക് കുറച്ച് സമയം തന്നാൽ ഈ രാജ്യത്തെ വിലക്കയറ്റം ഞാൻ പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി, വിദേശ നാണ്യശേഖരം തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി, ഡോളറിൻ്റെയും ഇന്ത്യൻ കറൻസിയുടെയും വിനിമയ നിരക്ക് സമാസമം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 11 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആലോചിക്കണം ഇന്ന് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില എന്താണ്. കാരമുക്ക് പൂത്തൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ കലാസന്ധിയിൽ തിരുവാതിരക്കളി, ദേശത്തെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ നൃത്തനൃത്യങ്ങൾ, ഗാനാലാപനം എന്നിവ അരങ്ങേറി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ K സൂര്യനാരായണൻ, ട്രസ്റ്റി അംഗങ്ങളായ CP മുരളീധരൻ നമ്പൂതിരി,
CP രമേശ് നമ്പൂതിരി, വൈസ് പ്രസിഡന്റ് സുഷമ സുനിൽ, അജിത ശ്രീനിവാസൻ, MG പ്രദീപ്, വിശ്വനാഥൻ പനത്തിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ 100-ൽ 100ന്റെ തിളക്കവുമായി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിലെ എയ്ഡഡ്, അൺഎയ്ഡഡ് വിഭാഗങ്ങളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ചാണ് തുടർച്ചയായ 6ാം തവണയും സ്കൂൾ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. എയ്ഡഡ് വിഭാഗത്തിൽ 120 പേരാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 27 പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു. അൺഎയ്ഡഡ് വിഭാഗത്തിൽ 197 വിദ്യാർത്ഥികളിൽ 20 പേർ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ കഴിഞ്ഞ 2 വർഷമായി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണ് 100% വിജയം നേടിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമായി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ ജില്ലയിൽ 16 വിദ്യാലയങ്ങളാണ് ഇക്കുറി 100% വിജയം സ്വന്തമാക്കിയത്. കഴിഞ്ഞ 2 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പോയിന്റുകൾ സംഭാവന ചെയ്തതും ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ എയ്ഡഡ്, അൺഎയ്ഡഡ് വിഭാഗങ്ങളാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, PTA പ്രതിനിധികൾ തുടങ്ങിയവരെത്തി അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അഭിനന്ദിച്ചു. CPI നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള 4ാം വാർഡ് ബ്രാഞ്ച് കമ്മിറ്റി +2-ന് ഫുൾ A+ വാങ്ങിയ കുട്ടികളെ ആദരിച്ചു. ഷമീറ നജീബ്, ലക്ഷ്മി AD എന്നിവരെയാണ് ഗീതാ ഗോപി MLA ആദരിച്ചത്. ബ്രാഞ്ച് സെക്രട്ടറി സതീശൻ കോങ്ങാട്ടിൽ, LC സെക്രട്ടറി മണി നാട്ടിക, AISF നാട്ടിക പഞ്ചായത്ത് ഭാരവാഹികളായ യദുകൃഷ്ണ, ആതിര, രാജി PR എന്നിവർ പങ്കെടുത്തു. +2 പരീക്ഷയിൽ സയൻസ് ബാച്ചിൽ 1200-ൽ 1200 മാർക്ക് നേടിയ പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി കിഴിപ്പിളിക്കര സ്വദേശി KR ആര്യയെ നാട്ടിക നിയോജകമണ്ഡലം MLA ഗീതാ ഗോപി വീട്ടിലെത്തി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KP സന്ദീപ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജോ പുലിക്കോട്ടിൽ, 10ാം വാർഡ് മെമ്പർ സജിത സുനിൽ, PK ചന്ദ്രശേഖരൻ, മുൻ മെമ്പർ ഷീബ രാമചന്ദ്രൻ, ആര്യയുടെ മാതാപിതാക്കളായ കൊളങ്ങാട്ടിൽ രാധാകൃഷ്ണൻ, സൗമ്യ, സഹോദരൻ അമൽ എന്നിവർ പങ്കെടുത്തു. 1200-ൽ 1200 മാർക്ക് നമ്മുടെ കിഴിപ്പിളിക്കര പ്രദേശത്തിൻ്റെ അഭിമാനം ആര്യ ലഭിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അമ്മയും അച്ഛനെയാണ്. തീർച്ചയായിട്ടും ഈ വിജയം നാട്ടിയുടെ അഭിമാന വിജയമാണ്. ഇനിയൊരു ഇടവേള.
വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക്. CPM കൊപ്രക്കളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കൊപ്രക്കളം പടിഞ്ഞാറ് ചക്കാലത്തോട് പരിസരത്ത് കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം TV സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. PM സൈനുൽ ആബിദീൻ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി കൃഷ്ണകുമാർ, NK സുരേഷ്, റസീന, ഷാഹുൽ ഹമീദ്, അബ്ദുൽ ഗഫൂർ, ഹബീബ്, ഹിസാം, അബ്ദുൾ സലാം, സഗീർ എന്നിവർ നേതൃത്വം നൽകി. ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ആരും ആവശ്യപ്പെടാതെ തന്നെ അത് കണ്ടറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് CPM പ്രവർത്തകരുടെ അവരുടെ കടമയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിർവഹിക്കാൻ വേണ്ടി തുനിഞ്ഞ് അത് പ്രാവർത്തികമാക്കുക കൊപ്രക്കളത്തെ ഈ CPMൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ പ്രശംസിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ED അന്യായമായി വേട്ടയാടുന്നുവെന്നാരോപിച്ച് CPM കൊപ്രക്കളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. TV സുരേഷ് ബാബു, NK സുരേഷ്, കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. പുള്ള് ശ്രീ കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. അഭിഷേകങ്ങൾ, കലശാഭിഷേകം, ശ്രീഭൂതബലി, ഗണപതി ഹോമം, നവകം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രസാദോട്ടും ഉണ്ടായിരുന്നു. തകർന്നു കിടക്കുന്ന അന്തിക്കാട് കല്ലിടവഴി റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തും.
റോഡിൽ പലയിടങ്ങളിലായി രൂപപ്പെട്ട കുണ്ടിലും കുഴിയിലും വെള്ളക്കെട്ടി നിന്ന് നിരവധി ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് റോഡിൽ അറ്റകുറ്റപ്പണി നടത്താൻ പഞ്ചായത്ത് ഒരുങ്ങുന്നത്. 5-6 വാർഡുകൾ അതിർത്തി പങ്കിടുന്നതാണ് കല്ലിടവഴി റോഡ്. ഈ റോഡിൻ്റെ പുനർനിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനും പുനരുദ്ധാരണത്തിനും വേണ്ടിയുള്ള ഫണ്ടിൽ നിന്ന് കഴിഞ്ഞ LDF 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ചിലവഴിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് ടെൻഡർ ചെയ്തിരുന്നുവെങ്കിലും കരാറുകാരും എത്തിയില്ല. റീടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നും കരാറുകാരുമായി സംസാരിച്ച് റോഡ് നിർമ്മാണത്തിനാവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും പ്രസിഡന്റ് CK കൃഷ്ണകുമാർ പറഞ്ഞു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന നവഭാരത ശില്പി ജവഹർലാൽ നെഹ്റുവിൻ്റെ 62ാം ഓർമ്മദിനം വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. അനുസ്മരണ യോഗത്തിന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി CM നൌഷാദ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, CM രഘുനാഥ്, ഷീജ ടീച്ചർ, CM ശിവപ്രസാദ്, ജുബുമോൻ, സുനിൽ വാലത്ത്, സമീർ ഹംസ, രാഗനാഥൻ വൈക്കാട്ടിൽ, ആസിഫ് അലി, AS സബിത്ത് എന്നിവർ സംസാരിച്ചു. താനിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പരീക്ഷ എഴുതി വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന വഴി കുഴഞ്ഞു വീണ് മരിച്ച ബാദ്രയുടെ ഓർമ്മയ്ക്കായി 2024-26 വർഷത്തെ സഹപാഠികൾ ചേർന്ന് സ്കൂളിലേക്ക് നോട്ടീസ് ബോർഡ് നൽകി. ഗീതാ ഗോപി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ബാദ്രയുടെ പിതാവ് ബാദുഷ, സഹോദരി എന്നിവർ പങ്കെടുത്ത ചടങ്ങ് ഏറെ വൈകാരികമായിരുന്നു. ബാദ്രയെക്കുറിച്ച് സഹപാഠികൾ എഴുതിയ വാചകങ്ങൾ വായിച്ച് കണ്ടുനിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രിയ ബാദുറ, 2026 മാർച്ച് 10 ഒരു ഒളിച്ചുകളി പോലെ ഉപ്പയുടെ, ഉമ്മയുടെ, കുഞ്ഞനിയത്തിയുടെ, പ്രിയ കൂട്ടുകാരുടെ, അധ്യാപകരുടെ, വേണ്ടപ്പെട്ട എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് നീ കണ്ണെത്താ ദൂരത്ത് പോയി മറഞ്ഞു. എങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും നീ നിറഞ്ഞു നിൽക്കുന്നു. 2024-26 കോമേഴ്സ് ബാച്ച്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലപ്പാട് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 37ാമത് വാർഷിക പൊതുയോഗം ആലപ്പാട് ശ്രീനാരായണ ഹാളിൽ ചേർന്നു. ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് PK അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CR ലിജേഷ് അനുശോചനം രേഖപ്പെടുത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ മുഖ്യ അതിഥിയായിരുന്നു. യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ കാവുങ്ങൽ, മഹിളാ വിംഗ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷീല പ്രേംരാജ്, യൂണിറ്റ് സെക്രട്ടറി ചാൾസൺ AL, യൂണിറ്റ് ട്രഷറർ ചർച്ചിൽ AL, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ജിജി തിലകൻ, സെക്രട്ടറി ലിസ AL, ജോയിന്റ് സെക്രട്ടറി PV രമേശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. മുന്നോട്ടുള്ള പ്രയാണം ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്താണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സമീപകാലത്തെ സ്റ്റാറ്റസ്? ജില്ലയിൽ 45,000 വ്യാപാരികൾ, 2.5 ലക്ഷം കുടുംബാംഗങ്ങൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി പോകുന്ന സംഘടനയാണ് ഇത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി. 2022 നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് KP അബ്ദുൽ ഹമീദ് അന്നത്തെ കൗൺസിലിൽ ഒരു പ്രഖ്യാപനം നടത്തി. കാരമുക്ക് അരിമ്പൂർ വെള്ളി ദേവസി ഭാര്യ ലൂസി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് വടക്കേ കാരമുക്ക് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അന്ത്യ ശുശ്രൂഷ കർമ്മങ്ങൾക്ക് ശേഷം കണ്ടശങ്കടവ് സെന്റ് മേരീസ് നാറ്റിവിറ്റി ഫൊറാന ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ജോസഫ്, റോസി, വർഗീസ്, ആന്റണി, അൽഫോൻസ, ജേക്കബ് എന്നിവർ മക്കളാണ്. മരുമക്കൾ ആനി, ജോസ്, ജോയ്സി, മെറീന, ആന്റണി, ജെയ്നി. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളമൊഴുകി പോകാൻ വഴിയില്ല. അന്തിക്കാട് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി.
എടത്തിരുത്തിയിൽ യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ട അമിത് ശങ്കർ അറസ്റ്റിലായി. തെരുവു നായകളെ നിയന്ത്രിക്കുന്നതിനായി കയ്പമംഗലത്ത് ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടികൾ ആരംഭിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.